ഈ കണ്ണൂരിലെ SFI പ്രവർത്തകർ സമരത്തിനിടെ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നത് തടഞ്ഞെന്ന പരാതിയിൽ കേസെടുത്ത പോലീസ്. മണത്തണ ഹയർ സെക്കൻഡറി സ്കൂളിലെ പാചക തൊഴിലാളിയെ കയ്യേറ്റം ചെയ്തതിനാണ് കേസ്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. അരുൺ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ അരുൺ. SFIയുടെ പഠിപ്പ് മുടക്ക് സമരത്തിനിടെ മണത്തണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ രീതിയിൽ അതിക്രമം നടന്നു എന്നതാണ് പരാതി. ഈ പഠിപ്പ് മുടക്ക് സമരത്തിന്റെ ഭാഗമായി സ്കൂളിലേക്ക് എത്തിയ SFI DYFI പ്രവർത്തകർ അവിടെ ഈ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നത് തടഞ്ഞുവെന്നും പാചക തൊഴിലാളിയെ കയ്യേറ്റം ചെയ്തുവെന്നും അതോടൊപ്പം ഭക്ഷണ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങൾ ദുരുപയോഗം ചെയ്തു എന്നുൾപ്പെടെയുള്ള പരാതിയാണ് ഉയർന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ ഇവർ പോലീസിൽ പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ഇത് വാർത്തയായതോടെയാണ് സ്കൂൾ അധികൃതർ തന്നെ പേരാവൂർ പോലീസിൽ ഇത് സംബന്ധിച്ച പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു DYFI നേതാവിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. വനിതാ നേതാവിനെതിരെയാണ്. ഈ പാചക തൊഴിലാളിയെ കയ്യേറ്റം ചെയ്തു എന്ന പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത്. DYFI പേരാവൂർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള അക്ഷയ മനോജിനെതിരെയാണ് ഇപ്പോൾ പേരാവൂർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട പരാതിയിൽ കേസെടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ അതേസമയം SFI വിശദീകരിക്കുന്നത് ആ രീതിയിലുള്ള അതിക്രമം അവിടെ ഉണ്ടായിട്ടില്ല. ഇന്ന് പഠിപ്പ് മുടക്ക് സമരം ആയതുകൊണ്ട് തന്നെ ഉച്ചഭക്ഷണം തയ്യാറാക്കേണ്ടതില്ല, അങ്ങനെ തയ്യാറാക്കരുത് എന്ന് പറയുക മാത്രമാണ് ചെയ്തത്. മറ്റല്ലാതെയുള്ള അതിക്രമം ഉണ്ടായിട്ടില്ല എന്നതാണ് SFI വിശദീകരിക്കുന്നത്. എന്തായാലും ഇതിൽ പോലീസ് അതിൽ അന്വേഷണം നടത്തി, പ്രാഥമിക അന്വേഷണം നടത്തി കേസെടുത്തിട്ടുണ്ട്.